ഹായ് ഓൾ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് എനിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചാലിയത്തുള്ള ഒരാൾ കൊണ്ടുതരണമാണ്. അപ്പോൾ ഞാൻ ബീഫും ചിക്കനൊക്കെ അച്ചാറിടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കല്ലുമ്മക്കായൻ്റെ അച്ചാറുണ്ടോ എന്നിട്ടാ. അപ്പോൾ ഞാൻ കരുതി ഇതായിട്ട് കല്ലുമ്മക്കായൻ്റെ അച്ചാർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നല്ല ഫ്രഷാണ് കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ കവറിന്ന് പൊട്ടിച്ച് പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഞാൻ മുളക് പൊടിയും ഉപ്പും കൂടെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായി ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തിട്ടുള്ള അതേ എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതാ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത് വരണം. നമ്മളിങ്ങനെ നമുക്ക് അത് അറിയാൻ പറ്റും. അതിങ്ങനെ ഒരു കിലുങ്ങുന്ന ശബ്ദം ഉണ്ടാവും, ഒരു വേറൊരു ശബ്ദം തന്നെയാണ്. അതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ യാതൊരു പ്രിസർവേറ്റീവും ആഡ് ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഉലുവയും കടുകും കൂടി പൊടിച്ചതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ സാദാ മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലേൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായം പൗഡറല്ല, കായക്കട്ട. അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ തിളപ്പിച്ച വിനീഗറാണ്. അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനീഗർ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ചതായതുകൊണ്ട് ഇത് തിളക്കാനൊന്നും കാത്തു നിൽക്കണ്ട. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ പണികൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തികയാത്തത് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ വിനീഗർ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ കല്ലുമ്മക്കായ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. ബായ്.